നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, ഏട്ടനത് എന്തു പറ്റി? സച്ചിൻ എന്തോ തലകറക്കം പോലെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. സന്ദീപേ, സച്ചിയേട്ടനും അർച്ചനേട്ടത്തെയും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴിയാ. ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതില് ഒരു തടസ്സമില്ലാന്ന് പറഞ്ഞു. ആണോ? സമയമാകുമ്പോ അതൊക്കെ നടന്നോളൂ ഏട്ടത്തി. എന്നിട്ട് സന്ദീപിന്റെ കാര്യത്തിൽ കുറച്ച് അഡ്വാൻസ് ആയിരുന്നല്ലോ. അതെ, അതിന് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? അപ്പോ അത്തരം വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും തൽക്കാലം ചിന്തിക്കണ്ട, കേട്ടല്ലോ. ആകാശത്തൂടെ പോകുന്നതിനെ തോട്ടി വെച്ച് പിടിച്ച് സ്വന്തം തലയിലിടുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇപ്പൊ അത് കയറി അവനോട് പറയാൻ? ഞാൻ നിന്നതുകൊണ്ടാ അവൻ അത്രയും പറഞ്ഞു നിർത്തിയത്. അവനെ കിട്ടാത്തതിന്റെ ചുരുക്ക് നിനക്കിതുവരെ മാറിയില്ലല്ലേ? ചേച്ചി അത് വിട്. നമ്മള് പ്രതീക്ഷിച്ച പോലൊന്നും അല്ലല്ലോ കാര്യങ്ങളുടെ പോക്ക്. ഇനി ശരിക്കും അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ആ സന്ധ്യ പറഞ്ഞു കാണോ? എന്റെ പേടി അതല്ല. ഇനി അത്ഭുത പ്രവൃത്തിയിലൂടെ ഇവള് ഗർഭിണി വല്ലോ ആയാ ഒരു കയറിൽ കെട്ടി തൂങ്ങേണ്ടി വരും നമ്മൾ രണ്ടും. നീ പറഞ്ഞ പോലെ പലർക്കും ഈശ്വര കടാക്ഷം കൊണ്ട് ജീവിതത്തില് അത്ഭുതം സംഭവിച്ച കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അത് പക്ഷെ അർച്ചനയുടെ ജീവിതത്തിൽ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടാ അവന്തിക അർച്ചനെ സച്ചിക്ക് കെട്ടിച്ചു കൊടുത്തത്. പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവാൻ തടസ്സമൊന്നും ഇല്ലാന്ന് പറഞ്ഞു എന്നല്ലേ അവരിപ്പോ പറഞ്ഞിട്ട് പോയത്. ഒന്നുകിൽ ഈ വലിയ രഹസ്യം സന്ധ്യയായിട്ട് തന്നെ സച്ചിയിൽ നിന്ന് മറച്ചുവെച്ചു, അവനോട് കള്ളം പറഞ്ഞു. അതല്ലെങ്കിൽ സച്ചിയോട് മാത്രം സന്ധ്യ കാര്യങ്ങൾ പറഞ്ഞു. ഇതിലേതായാലും ആര് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഞാനിത് കുത്തിപ്പൊക്കി എല്ലാവരെയും അറിയിക്കും. സച്ചിക്ക് ഇപ്പോഴുള്ള തലകറക്കത്തിന്റെ കാരണം ഞാൻ കരുതുന്ന പോലെ ആണെങ്കിൽ നമ്മൾ കരുതുന്ന റൂട്ടിൽ തന്നെയാ കാര്യങ്ങളുടെ പോക്ക്. ഇതിനൊക്കെയിടയിൽ നമ്മൾ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട്, ആതിരയുടെ ഗർഭം. അതിനി എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാൻ? പ്രസവത്തിന്റെ തലേ ദിവസം വരെ നശിപ്പിക്കാൻ ശ്രമിക്കണം. അഥവാ അത് നടന്നില്ലെങ്കിലും അവള് പ്രസവിക്കട്ടെ, നല്ലൊരു കുഞ്ഞിനെ തന്നെ. നെല്ലിശ്ശേരിയുടെ അടുത്ത അനന്തരാവകാശിയെ. ജീവിക്കാൻ പാടില്ലാത്തത് എപ്പോഴാണേലും മരിക്കണം. അത് ആതിരയുടെ വയറ്റിനകത്തായാലും ഈ വീടിനകത്തായാലും. ഈശ്വരനായിട്ടത് തീരുമാനിച്ചു വെച്ചേക്കുമ്പോ നമുക്ക് പിന്നെ അതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഉച്ച മുതൽ ഞാനിത് ചോദിക്കാം. സച്ചേട്ടനാണെങ്കിൽ തലകറക്കം എന്നൊക്കെ പറഞ്ഞു ഒഴിയുന്നല്ലാതെ ഒന്നും വ്യക്തമായിട്ട് പറയുന്നുമില്ല. എന്താ സച്ചേട്ടാ, എന്താ കാര്യം? എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞൂടെ എന്നോട്? ഡിവോഴ്സ് പേപ്പർ കീറി കളഞ്ഞ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം സച്ചേട്ടൻ ഇങ്ങനെ കാണുന്നത് ഇപ്പോഴാ. ഇതൊക്കെ നിനക്ക് തോന്നുന്നതാ, എനിക്കൊരു പ്രശ്നവുമില്ല. അല്ല, എന്റെ തോന്നലൊന്നും അല്ല ഇത്. സച്ചേട്ടന് എന്താ കാര്യമെന്ന് പറയാതെ ഇന്ന് ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. അത് വേറൊന്നുമല്ല. ഇന്ന് ഹോസ്പിറ്റലില് പറ സച്ചേട്ടാ. പറയാം. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിന് പുറത്തിരിക്കുമ്പോ എന്നെയും തന്നെയും പോലെ രണ്ടുപേരെ, നമ്മളെപ്പോലെ ഒരു കുഞ്ഞിനു വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു വന്നവരാ. പക്ഷേ ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോ ആ പെൺകുട്ടിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നായിരുന്നു റിപ്പോർട്ടില്.
വിവരം അറിഞ്ഞപ്പോ ആ പെൺകുട്ടി ഭയങ്കര കരച്ചില്. ആ നിമിഷം മുതൽ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. എന്നെപ്പോലെ ഒരാളല്ലേ അയാളും. അതൊക്കെ ഓർത്തപ്പോ ഒരു സമാധാനമില്ലായ്മ, അത്രേ ഉള്ളൂ. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ കൂടി പോകുന്ന ഒത്തിരി പേരുണ്ട് സച്ചേട്ടാ. നമ്മളൊക്കെ അതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു കുഞ്ഞ് ജനിക്കുക, ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ നമ്മളെപ്പോലെ എത്ര ആളുകളാവും ആഗ്രഹിക്കുന്ന. അതിൽ ചിലർക്ക് ഈശ്വരന് ആ ഭാഗ്യം കൊടുക്കില്ല. പക്ഷേ അങ്ങനെ ഒരു ദൗർഭാഗ്യത്തിന്റെ പേരിൽ ഈശ്വരൻ നമ്മളെ പെടുത്തിയില്ലല്ലോ. അതിന് ഈശ്വരനോട് നന്ദി പറയണം. ഒന്നുകൂടി നമുക്ക് അമ്പലത്തിൽ നിന്ന് പോകണം, ഒന്നിച്ച് തൊഴണം. നമുക്ക് ചെക്കപ്പിൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ കരുതിയിരുന്ന കാര്യം അത്. ഞാനും സച്ചേട്ടന് പോയി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതിന് നമുക്ക് അനുകൂലമായിട്ടുള്ള മറുപടി ഈശ്വരൻ തന്നല്ലോ. എത്രയോ പേർക്ക് കിട്ടാത്ത ഭാഗ്യ നമുക്ക് കിട്ടിയത്. അതൊക്കെ ആലോചിച്ചാ സങ്കടപ്പെടാനേ നേരം കാണൂ. സച്ചേട്ടൻ വാ. അർച്ചന, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വെറുതെ ഒന്ന് അറിയാനാ. ആ കുഞ്ഞുങ്ങളുണ്ടാവാത്ത പെൺകുട്ടിയുടെയും ആ പയ്യന്റെ അവസ്ഥ നമുക്കായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്താനെ? അങ്ങനൊരു സാഹചര്യം വന്നാ താൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. സച്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരു കുഞ്ഞ്? ആ അതെ. അപ്പോ ആ ആഗ്രഹം നിറവേറ്റി തരേണ്ടത് ഞാനും. എനിക്കും അതുപോലെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ സച്ചേട്ടന്റെ ആഗ്രഹത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുക. എന്റെ ജീവിതത്തിലാണ് ഈശ്വരൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിൽ സച്ചേട്ടന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റാത്ത കാരണം ഞാൻ എന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേനെ. അല്ലെങ്കിൽ സച്ചേട്ടനെ വിട്ട് ഞാൻ എന്നേക്കുമായിട്ട് പോവും. പിന്നീട് ഒരിക്കലും മുമ്പിൽ വരാതെ എവിടെയെങ്കിലും ജീവിക്കുകയും ചെയ്യും. കാരണം സച്ചേട്ടനൊരു കുഞ്ഞെന്നുള്ള സ്വപ്നത്തിന് ഞാൻ തടസ്സമാണെങ്കിൽ ആ തടസ്സം മാറുന്നില്ല നല്ലത്. ആ കുറ്റബോധം കൊണ്ട് എത്ര ദിവസം എനിക്ക് സച്ചേട്ടനോടൊപ്പം തുടരാനാവും? ഇവിടുത്തെ അച്ഛനോട് നമ്മൾ എന്തു പറയും? അങ്ങനെ കുറെ പേരുടെ തകർച്ചയ്ക്ക് കാരണമായി ഇവിടെ നിൽക്കുന്നതിനേക്കാളും ഭേദം എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. അതല്ലേ എളുപ്പവും. ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഇപ്പൊ സച്ചേട്ടന് ബോധ്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.